ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ISLുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് ഇന്ന് നടന്നിരുന്നു. കേന്ദ്ര കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിലായിരുന്നു മീറ്റിംഗ് നടന്നിരുന്നത്. ഫെഡറേഷൻ ഭാരവാഹികളും അതുപോലെ തന്നെ ISL ക്ലബ്ബുകളുടെ ഭാരവാഹികളും ഇതിൽ പങ്കെടുത്തിരുന്നു. നിർണായകമായ ഒരു തീരുമാനം ഈ മീറ്റിംഗിൽ ഉണ്ടായി എന്നാണ് കേൽനൌവിന്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്ലബ്ബുകളുടെ ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ ക്ലബ്ബുകളുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ക്ലബ്ബ് ലെഡ് മോഡൽ ISL നടത്തണം എന്നുള്ളതായിരുന്നു ക്ലബ്ബുകളുടെ ആവശ്യം. പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ ISL നടത്തണം എന്നായിരുന്നു ക്ലബ്ബുകളുടെ ഒരു ആവശ്യം. ഇത് മൻസുഖ് മാണ്ഡവ്യ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ പിന്തുണച്ചു. ഇതോടുകൂടി ഇത് നടപ്പിലാക്കാൻ ഫെഡറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഫെഡറേഷന് 15.4 കോടി രൂപ ഇതിലൂടെ ലഭിക്കും. ഓരോ ക്ലബ്ബുകളും 1.1 കോടി രൂപ വീതം നൽകേണ്ടി വരികയാണ്. അങ്ങനെ 15.4 കോടി രൂപ ഫെഡറേഷന് ലഭിക്കും. 4 വർഷത്തേക്കാണ് ക്ലബ്ബ് ലെഡ് മോഡൽ രൂപത്തിൽ ISL നടക്കുക. ക്ലബ്ബുകളായിരിക്കും ഇനി 4 വർഷത്തേക്ക് ISL നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കേൽനൌവിന് ലഭിച്ചിട്ടുണ്ട്. അതായത് യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ കേൽനൌവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അടുത്ത 4 വർഷത്തേക്കുള്ള ക്ലബ്ബ് പ്രപ്പോസൽ അന്തിമമാക്കിയിട്ടുണ്ട്. ഇനി മുതൽ ഓരോ ക്ലബ്ബും ഒരു സീസണിൽ 1.1 കോടി രൂപ വീതം ഫിക്സഡ് ഫീ ആയിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകണം. 14 ക്ലബ്ബുകളും പങ്കെടുക്കുകയാണെങ്കിൽ ഒരു സീസണിൽ നിശ്ചിത തുകയായിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് 15.4 കോടി രൂപ ലഭിക്കും. ഇതാണ് യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത്. 4 വർഷത്തേക്ക് ഇനി ക്ലബ്ബുകളായിരിക്കും ഈ ഒരു ISL നടപ്പിലാക്കുക. നേരത്തെ ജീനിയസ് സ്പോർട്സിന്റെ ഒരു ബിഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 12.5 കോടി രൂപ മാത്രമാണ് ഫെഡറേഷന് ലഭിക്കുക. അത് വെച്ച് നോക്കുമ്പോൾ ഫെഡറേഷനും ഇത് ലാഭമാണ്. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകളുടെ ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ ഫെഡറേഷൻ തയ്യാറാവുകയായിരുന്നു. കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ ഇതിനെ പിന്തുണക്കുകയും ചെയ്തു. മാത്രമല്ല ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പ്രഫുൽ പട്ടേൽ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ക്ലബ്ബുകൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ ക്ലബ്ബുകൾക്ക് അനുകൂലമായി കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.